Hello guys, welcome back to my channel. It's me Krishna. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു മീൽ പ്രിപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലേക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറ്, അതുപോലെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ സാൽമൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഫ്രീസറിൽ വെക്കണം. അതുപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മേശമ ചെറുതായിട്ടൊന്ന് അലുമിനിയം ഫോയിലൊന്ന് ഒരു 2 ലെയറായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് മീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്തിട്ട് കളയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മീൻ ഇന്നലെ വാങ്ങിയതാണ്. അപ്പം നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സാൽമൺ കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനെല്ലാം ഇത് ചെയ്യാറ്, ഹസ്ബൻഡാണ് ഇത് എല്ലാം ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുത്താണ്. അപ്പോൾ ഈ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിങ്ങനെ മുറിക്കണത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മുറിച്ചു. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ ഈ മീൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കലാണ് കേട്ടോ പതിവ്. സാധാരണ സാൽമൺ ഇങ്ങനെയല്ല കട്ട് ചെയ്യുക, പക്ഷെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മളത് എയർ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ, മീൻ വറക്കണ പോലെ. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ വാല് ഭാഗവും തലയൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ മീൻ കറി വെക്കണ പോലെ വെക്കാറുണ്ട്. അതും നല്ല രസമാണ്. മുളകിട്ട് കറി വെച്ചാൽ കുറച്ചും കൂടെ രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 2 മീനും നമ്മൾ എന്താ പറയുക ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ. ഇത് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ട് അപ്പൊ 2 പ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. സാധാരണ ഇത് മേടിച്ച ഉടനെ തന്നെ വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മൾ എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെതമ്പല് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാനത് ഇന്നെടുത്ത് കട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ പിന്നെ അത് നിങ്ങളെ കൂടി കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടെ എടുത്തത്. ഇത് സിപ്ലോക്ക് ബാഗ്സ് ആണ് കേട്ടോ. ഇതിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ എന്താണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മീൻ നമ്മൾക്ക് ഒരു പ്രാവശ്യം എടുക്കേണ്ട മീൻ ആണ് ഓരോ കവറിലും ആക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട വലിയ പീസുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ട പോലെ നമ്മൾ ഇതില് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തലയും അതുപോലെ തന്നെ നമ്മുടെ വാലിന്റെ അവിടെയുള്ള പീസ്, വാല്, അങ്ങനത്തെ കുഞ്ഞു പീസുകള് അത് ഇതാക്കി വെച്ചിട്ട് അത് നമുക്കൊരു 2 കവറിലാക്കിയിട്ട് ഓരോ തലയും അതുപോലെ കുഞ്ഞു പീസും ഒക്കെ കൂടിയിട്ട് 2 കവറിലാക്കി നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ ഒരു 6 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. ബാക്കിയെല്ലാം നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൂ കവറിലാക്കിയിട്ട്. നമുക്കിത്
ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു 6 മാത്രം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ള ഫിഷ് ഒന്ന് നന്നായിട്ട് കഴുകി അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒപ്പി മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മസാലയോട്ട് ഇടാറ്. അപ്പം നൈസായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിടുന്ന പൊടികൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മീനുമ പുരട്ടാനുള്ള പാകത്തിനാക്കിയെടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മസാല സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇത് നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് വൈകുന്നേരം ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെക്കാം. ഇനി ഇത് നമുക്ക് ഇതിന്റെ സ്കിൻ, ഇതിന്റെ തൊലി പൊളിച്ച് മാറ്റണം. പൊളിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കാറ്. അപ്പോൾ ഇതിന്റെ തൊലി പൊളിക്കണം. ഇത് വെള്ളം നനയ്ക്കാണ്ട് പൊളിച്ചാൽ ഈ തൊലി പെട്ടെന്ന് പൊളിക്കാൻ കിട്ടും കേട്ടോ. അതിപ്പോ ഒരു ഓൾ ചിക്കൻ ആയാലും അതുപോലെ ഇങ്ങനത്തെ എന്തായാലും ഇതിന്റെ തൊലി പൊളിക്കുമ്പോൾ നമ്മള് വെള്ളം നനയ്ക്കാതെ തൊലി പൊളിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തൊലി പൊളിക്കാൻ കിട്ടും കേട്ടോ. വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കതിങ്ങനെ വഴുതി പോകും കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വെള്ളം നനയ്ക്കാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഭയങ്കര എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേ എഫേർട്ട് അതിന് വേണ്ടി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നൈസായിട്ടൊന്ന് വരഞ്ഞിട്ട് നമുക്ക് മസാല തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ നേരെ ഫ്രീസറിൽ വെക്കാം കേട്ടോ ചെയ്യാറ്. ഇനി ഞാൻ എന്ത് മസാലയാണ് ഇടാറെന്ന് ചുമ്മാ ഒന്ന് കാണിക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ യോഗേർട്ട്
മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ മൂടിയില് എടുത്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഇനി മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ ഒന്ന് നൈസായിട്ട് ഒന്ന് ഉപ്പിക്കളയണം. കളഞ്ഞതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് പരട്ടിയെടുക്കാം കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് വെള്ളം കളഞ്ഞെടുക്കാം. നമ്മൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തുടച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മള് ഇതേ പാത്രത്തിക്ക് തന്നെ സെയിം മസാല ആണല്ലോ, ഇത് പാത്രത്തിക്ക് തന്നെ നമ്മൾ നേരത്തെ ഇട്ട സെയിം മസാല ഇട്ടിട്ട് നമുക്ക് അടുത്ത പാക്കറ്റും കൂടെ 6 പീസ് വെച്ചിട്ടാണ്. അടുത്ത പാക്കറ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എടുത്ത് വയ്ക്കും. അപ്പോ നമുക്ക് ഒരു പരിപാടി കൂടെ ഉണ്ട്. നമുക്ക് തോരൻ വെക്കണം. അപ്പൊ ഇത് ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെയാണ്. അപ്പൊ ഇത് ഇന്നലെ അരിഞ്ഞു വെച്ചാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് തോരനും കൂടി വെക്കണം. അപ്പൊ നമ്മള് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടുക് കൂട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇതൊരു 2 ദിവസത്തേക്കുള്ള തോരനാണ് കേട്ടോ. നാളികേരം ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇവിടെ കിടന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ മീൽ പ്രെപ്പ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.